ഹലോ. മക്കൾക്ക് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായില്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കേഷൻ ആക്ടിവിറ്റീസ് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ? നമുക്ക് അവർ സ്ക്രീൻ ടൈം കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഒന്ന് എൻഗേജ് ചെയ്ത് നിർത്തിയാലോ? പസിൽസായിട്ടും ഗെയിംസായിട്ടും ചിത്രം വരയൊക്കെ ആയിട്ട് അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഇഷ്ടമുള്ള ഏരിയയിലേക്ക് പറ്റി ഒന്ന് തിരിച്ചു വിട്ടാലോ ഈ 2 മാസം? അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മോന് കൊടുത്തിട്ടുള്ള വെക്കേഷൻ ആക്ടിവിറ്റി നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഷിൻജാനായിരുന്നു ടോപ്പിക്ക്. അപ്പോൾ ഷിൻജാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും മൂവീസും ഒക്കെ ആയിരുന്നു അവൻ ആദ്യം ചെയ്ത വെക്കേഷൻ ആക്ടിവിറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവന് കൊടുത്തത് ടാൻഗ്രാം എന്ന പസിലാണ്. നമുക്കത് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഏതാണ്ട് 200-ന് അടുത്ത റേഞ്ചാണ്. നമുക്കത് കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഒത്തിരി പസിൽസ് അത് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒത്തിരി ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു സ്ക്വയർ ഷേപ്പായിട്ടുള്ള ഒരു പസിലാണ് ഈ പറയുന്ന ടാൻഗ്രാം എന്ന് പറയുന്നത്. അത് നമുക്കൊരു 7 പീസാക്കി മാറ്റാൻ പറ്റും. ആ ഒരു സ്ക്വയർ ഷേപ്പിന് 7 പീസാക്കിയിട്ട്, അതായത് ഒരു 5 ട്രയാങ്കിളും അതുപോലെ ഒരു റോംബസും അതുപോലെ ഒരു സ്ക്വയറുമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഷേപ്പുകൾ വെച്ച് നമുക്ക് ഒത്തിരി ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റും. പല ആനിമൽസ് ഉണ്ടാക്കാൻ പറ്റും, പല ബേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ ഒന്ന് എൻഗേജ്ഡ് ആയി കിട്ടും കേട്ടോ. കുറേയൊക്കെ നമുക്ക് അവരുടെ സ്ക്രീൻ ടൈം ഒഴിവാക്കാം. ഈ ടാൻഗ്രാമിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവർ ക്രിയേറ്റിവിറ്റി കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. കാരണം ഇവർ ഈ ഷേപ്സ് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ അവർ മനസ്സിൽ കൂടെ ചിന്ത വരും. നമ്മൾ ആദ്യം ഇവർക്ക് ഇത് കാണിക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് ഷേപ്സ് ഒന്ന് ജസ്റ്റ് ഓൺലൈനിലൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഇതുപോലെയൊക്കെയാണ് വരിക എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഇതിൽ വരിക എന്ന് പറഞ്ഞാൽ അവരെന്നെ ചിന്തിച്ച് അവരെന്നെ പുതിയ പുതിയ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് ഇതൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ നേരത്തിലേക്കാണ്ട് എൻഗേജ്ഡായി നിൽക്കും എന്നുള്ളതൊന്ന്. രണ്ടാമത് ഇവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ അങ്ങനെയുള്ള സ്കില്ലുകളും കൂടെ ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ലോ കോസ്റ്റ് വെക്കേഷൻ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നമ്മളുടെ ചാനലിൽ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.